ഇതെന്താ സംഭവം? രണ്ടമ്മമാരും കാണുന്നില്ലല്ലോ, എവിടെ പോയി? ഞാൻ വരുന്ന കാര്യം എങ്ങാനും ശിവാനിക്ക് മനസ്സിലായി അവർ ഓടിച്ചെന്നായിരിക്കും. ഹേ, ഒരു സാധ്യതയില്ല. എന്റെ അമ്മമാർ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കുന്ന ആൾക്കാരല്ലേ. വീടിന്റെ ഉള്ളിലെങ്ങാനും ചിലപ്പോ ഉണ്ടാവും. നോക്കിയേക്കാം. അമ്മേ, ഇതെന്തു പറ്റി? നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? ശിവാനി എല്ലാം സമ്മതിച്ചോ? അവള് സമ്മതിച്ചിരുന്നെങ്കിൽ നിന്നോട് ഭക്ഷണം കൊണ്ടുവരാൻ ഞങ്ങൾ പറയോ? ഓ അതെയല്ലേ, അത് ശരിയാ. പിന്നെ നിങ്ങൾ രണ്ടുപേരും അകത്തെങ്ങനെയാ? അത് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എന്ന് വെച്ചാ? നീ ആ കാര്യമൊക്കെ ഒന്ന് വിട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശന്നിട്ട് വയ്യ, അതിങ്ങ് തന്നെ. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? നീ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. പിന്നെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? അല്ല, നിങ്ങൾ രണ്ടുപേരും സ്വയം ആഹാരം കഴിച്ച് നിങ്ങളുടെ വയറ് നിറച്ചു. ഇനിയിപ്പോ എന്റെ കാര്യം ആര് നോക്കുന്ന? എന്ന് വെച്ചാ എന്തോ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത്? ശിവാനി വന്ന് നോക്കെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരുന്ന അതെങ്ങനെ ശരിയാവുന്നത്? അയ്യോ ലോക പൊട്ടാ, അതും നിനക്ക് ഞാൻ തന്നെ പറഞ്ഞു തരണോ? അകത്തേക്ക് പോടാ. ഞാൻ ഓ പെണ്ണുങ്ങളെ പോലെ നാണിക്കാതെ വേഗം ചെല്ല്. ഓക്കെ. തൃശൂൽ, ഓൾ ദി ബെസ്റ്റ്. മോം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുമോ? അങ്കിള് നിങ്ങളോ? അങ്കിൾ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? ഈ പണി മാത്രമല്ല മരുമോനെ, ഈ വീട്ടിലെ എല്ലാ പണികളും ഇപ്പൊ ഞാൻ തന്നെയാ ചെയ്യുന്നത്. എന്താ അങ്കിളെ, ഇവിടെ ജോലിക്കാരും വന്നില്ലേ? വീട്ടുകാരി വീട് വിട്ട് പോവുകയും ചെയ്തു, വീട്ടിലെ ജോലിക്കാരി വീട്ടുകാരിയായിട്ട് മാറുകയും ചെയ്തു. എന്നുവെച്ചാ? നിന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ട് പോയിരിക്കാം മോനെ. ചേച്ചി അവിടേക്ക് പോയിരിക്കാം, ശിവാനിയോട് സംസാരിച്ച് സമാധാനിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി. തിരിച്ചു വരുന്നത് വരെ ഈ വീട്ടിലെ പണികളെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന്. ദോ അങ്ങോട്ട് നോക്ക്, അടുക്കളക്കാരി ഏൽപ്പിച്ചിരിക്കുന്നത് അവളെയാ. അല്ല, നിന്റെ അമ്മ അടുക്കളപ്പണി അവളെ ഏൽപ്പിക്കുന്നതിന് പകരം എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. വീഡിയോയിൽ കാണുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും, അത് തിന്ന് തിന്ന് മടുത്ത് ഞാനിപ്പോ ആകെ അവശനായിരിക്കാം. ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും എന്റെ കാര്യത്തിലൊരു തീരുമാനമാവുന്ന തോന്നുന്നു. അതെ, എന്താ പറയുന്നത്? എന്നെ പറ്റി സംസാരിച്ചോണ്ടിരിക്കാണോ? അയ്യോ, നിന്നെപ്പറ്റി അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയോ മോളെ? ഭാര്യയാണ് പരദേവത എന്ന് കരുതി, അല്ലല്ല, പരദേവത എന്ന് തന്നെ വിചാരിക്കുന്നവനായി ഞാൻ. ആ ചിന്ത എപ്പോഴും ഉണ്ടാവണം. ഇവളുടെ ശല്യം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. ശിവാനി മോളെ, ഒന്ന് വേഗം വാ. അത് അറിയാതെ പറഞ്ഞു പോരാ മോനെ, സോറി. ഓ രക്ഷപ്പെട്ടു.
ഹലോ 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 അമ്മാവാ. ഹലോ ഹലോ, എന്ത് പറ്റിയെന്നറിയില്ല, ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഞാൻ കുറച്ച് മാറി നിന്നിട്ട് വിളിക്കാം, ഓക്കെ അല്ലേ? അയ്യോ, ഒന്നും പറയാതങ്ങ് പോയല്ലോ. എന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ പണി അവള് തീർത്തേനെ. അമ്മേ, നീയായിരുന്നോ? ഞാൻ വല്ല പ്രേതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. നീ ഇവിടെ എന്തെടുക്ക? ഞാൻ അമ്മമാർക്ക് ഫുഡ് കൊണ്ടുവന്നതാണ്, വേറൊന്നുമില്ല. ഓ, അപ്പൊ ആ പരിപാടിയും തുടങ്ങിയല്ലേ? അമ്മമാർക്ക് ആഹാരം കൊണ്ടുവരാൻ വന്നവൻ എന്നെ എന്തിനാ നോക്കി നിൽക്കുന്ന? ഞാനോ? ഞാൻ എവിടെ നോക്കിയെന്നാ? എവിടെന്ന് വെച്ചാ അവിടെ. അവിടെ വെച്ചാ എവിടെ? അടുക്കളയിലേക്ക്. അടുക്കളയിൽ? അത് ഓഹോ, അത് നീ ആയിരുന്നല്ലേ? ഓ, എനിക്കും തോന്നിയതാ ഇത്രയ്ക്ക് നല്ല സുന്ദരി ഇവിടെ എങ്ങനെ വരാനാന്ന്. ശിവാനി, എനിക്ക് നിന്നെ മനസ്സിലായതേ ഇല്ല. ശിവാനി, എന്താണെന്നറിയോ, എന്റെ അമ്മയോട് ഞാൻ ഈ വീട്ടിലൊരു പ്രേതമുണ്ട്, അതിനെ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ദിവസം മുഴുവൻ അതിന് ഒഴിഞ്ഞിടണമെന്നൊക്കെ പറയാൻ പോവായിരുന്നു. സത്യമായിട്ടും അതിനുവേണ്ടി ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാ. നിനക്ക് ഒരുപാട് കൂടുന്നുണ്ട്. എന്താ, പ്രണയമാണോ? തൃശൂൽ, അമ്മമാരെ കാണാൻ വേണ്ടി വന്നവൻ ഗേറ്റിന് പുറത്ത് നിൽക്കണായിരുന്നു. ഇങ്ങോട്ട് എന്തിനാ വന്നേ? അത് നിന്നോട് ചോദിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആരോട് ചോദിക്കണോ അവരോട് ചോദിക്കാം. ആരോട്? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാ. എന്താ നിനക്ക് വേണോ? നിങ്ങൾ എല്ലാവരും എന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നേ? നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്ന പാവയാണെന്ന് വിചാരിച്ചോ? എന്ത് പറ്റി മോളെ ശിവാനി? ഇവന് ഈ വീടിനുള്ളിൽ കയറാൻ അനുവാദം കൊടുത്തതാരാ? നിങ്ങളാണോ? അതോ നിങ്ങളോ? എന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയാണ് ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടാണോ? പറയ്, എന്തിനാ ഇവനെ ഇങ്ങോട്ട് വരുത്തിയത്? പറയാൻ. അത് ആരാ ഇവനെ വിളിച്ചു വരുത്തിയത്? അതെ, ഇവനെങ്ങനെ വന്നു? തൃശൂർ, നീ എന്തിനാണ് വന്നത്? അത് നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എന്നെ. എന്നുവെച്ചാ ഇവൻ ഇവിടേക്ക് വന്നത് നിങ്ങൾ അറിയാതെയാണോ? തൃശൂർ, നിന്നോട് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അത്രയ്ക്ക് അഹങ്കാരമാണോ? പാവം ശിവാനി ഒന്നാമത് വിഷമിച്ചിരിക്കുക. അവളെ ഇനി വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് ഇപ്പൊ വന്നത്? നിനക്ക് കുറച്ച് സ്നേഹം കൂടുതൽ തന്നു തന്നെ ഞങ്ങളുടെ തെറ്റാ. എന്നിട്ടിപ്പോ ഞങ്ങളുടെ തലേ കയറാനും നോക്കുകയാണോ? ഇനി ഒരു തവണ കൂടി ഇങ്ങനെ കാണിച്ചാലുണ്ടല്ലോ. ശിവാനിക്ക് ദേഷ്യം വരുന്ന പോലുള്ള പണി എങ്ങാനും നീ കാണിച്ചാ കാല് രണ്ടും തല്ലി ഒടിക്കും. ഇറങ്ങടാ ഇവിടുന്ന്. നിന്നെ ഇനി ഇവിടെ കണ്ടുപോരുത്. നിന്നോട് തന്നെ പറയുന്നത്. പോടാ. ശരി, പോയേക്കാം. ശിവാനി, നീ വിഷമിക്കണ്ട മോളെ. അവനെ ഞാൻ നന്നായി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല ഒരിക്കലും. ഡാഡിയോടെ അച്ഛൻ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഡാഡി എവിടേക്കാ പോയത്? കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കാശിക്ക് പോയതാന്ന്. എന്തു പറ്റി? അല്ല, വീട്ടിൽ ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ആരും ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. ഈ സമയത്ത് ഡാഡി വീട്ടിലില്ലെന്ന് പറയുമ്പോ എങ്ങനെ ശരിയാവുക? ആ, മിക്കവാറും ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം വീട് വിട്ട് കാശിക്ക് പോയിട്ടുണ്ടാവുക. നോനോ, ഡാഡി ഒരിക്കലും അങ്ങനെയല്ല. എന്ത് പ്രോബ്ലം ഉണ്ടായാലും അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഡാഡിക്കുണ്ട്. ആരോടും പറയാതെ പോയെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? അച്ഛാ, ഡാഡി എവിടേക്കാ പോയെന്ന് അച്ഛനോട് പറഞ്ഞില്ലേ? എന്നോടോ? എന്നോടെന്ത് പറയാനാ? അച്ഛാ, അച്ഛൻ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്.
ചേച്ചേ, ഞാനോ? ഞാനൊന്നും ഒളിപ്പിച്ചിട്ടില്ല. സത്യത്തിൽ മുതലാളി എന്റെ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് മാത്രമേ അറിയൂ. അങ്ങനെയുള്ള ഞാൻ അദ്ദേഹം എങ്ങോട്ടാ പോയതെന്ന് അറിഞ്ഞാ അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ നോക്കില്ലേ? കാശിക്ക് പോയെന്നല്ലേ നേരത്തെ പറഞ്ഞ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഡാഡി എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. അവനെ കാശിക്ക് പോണോന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഒരുപക്ഷെ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയതാണോന്ന് അറിയില്ല. ഡാഡിയോട് എനിക്കൊന്ന് ഫോണിൽ സംസാരിക്കണമായിരുന്നു. അതിന് ഫോൺ നോട്ട് റീച്ചബിളാണ്. അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഫോൺ തരാം. ഉറപ്പായിട്ടും വേണം. മധു, നീ ശിവാനിയുടെ മുഖത്തെ ആ ദേഷ്യം കണ്ടില്ലേ? അതേ കൊച്ചമ്മേ, ദേഷ്യം ഒട്ടും മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് സംസാരിച്ചു നോക്കാം. അവളുടെ ദേഷ്യത്തിന്റെ കാരണം തൃശ്ശൂര് വന്നത് തന്നെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കത് പരിഹരിച്ചല്ലേ പറ്റൂ. നമ്മൾ എന്തായാലും നമ്മുടെ മകനു വേണ്ടി സംസാരിച്ചേ പറ്റൂ. ശരി വാ. അതെ ശിവാനി, ശിവാനി, നീ ദേഷ്യത്തിലിരിക്കാണോ മോളെ? അവനെ ഞങ്ങൾ വഴക്ക് പറഞ്ഞു വിട്ടല്ലോ ഇവിടുന്ന്. ശിവാനി, തൃശൂർ ഇനി എന്തായാലും ഇവിടെ വരില്ല. അവനോട് ഞങ്ങൾ ആഹാരം ഒന്ന് കൊണ്ടുതരാൻ പറഞ്ഞു. പക്ഷെ ഒരിക്കലും അവൻ അകത്തേക്ക് കയറുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ശിവാനി, ആ സമയത്ത് നീ കണ്ടതല്ലേ? ഞങ്ങൾ അവനെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞല്ലേ ഇവിടുന്ന് വിട്ടത്. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ശിവാനി, നിനക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടാവും. തൃശൂൽ ഇങ്ങനെയെല്ലാം ചെയ്തല്ലോ എന്ന് ആലോചിച്ച് നല്ല വിഷമവും ഉണ്ടാവും. എന്നാൽ ഇപ്പൊ കല്യാണം എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ശരിയും തെറ്റും ഒക്കെ ആലോചിക്കുന്നത് വെറുതെ അല്ലേ മോളെ? ഇഷ്ടമില്ലെന്ന് കരുതി താലി വലിച്ചെറിയാൻ പറ്റുമോ? പെണ്ണിന്റെ കഴുത്തിൽ ഒരു തവണ താലി വീണ് കഴിഞ്ഞാൽ പിന്നെ അവള് ഭർത്താവിന്റെ വീട്ടിൽ പോയേ മതിയാവും. ശിവാനി, വാശി കാണിക്കല്ലേ മോളെ. ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ. മുന്നോട്ടുള്ള നിന്റെ ജീവിതം വളരെ നന്നായിരിക്കും. അതിന് ഞാൻ നിനക്ക് വാക്ക് തരാം മോളെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാവും മോളെ. അമ്മേ പ്ലീസ്, വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഈ കാര്യത്തിൽ എന്റെ തീരുമാനം മാറുമെന്ന് ആരും കരുതണ്ട. ആലോചിച്ചു നോക്കു മോളെ. എടുത്തു ചാടി എടുക്കേണ്ട ഒരു തീരുമാനം അല്ല മോളെ ഇത്. ഞാനും അത് തന്നെയാ പറയുന്നത്. എടുത്തു ചാടി നിങ്ങളുടെ കൂടെ വരാനുള്ള തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സമയം തന്നാൽ നീ വരുമല്ലേ? ഇല്ല. എത്ര തവണ ഞാൻ നിങ്ങളോട് പറയണം? ഞാൻ വരില്ല വരില്ല വരില്ല. എനിക്ക് ഒരു കാരണവശാലും അവനെ അംഗീകരിക്കാൻ പറ്റില്ല. ശിവാനി, അമ്മേ ദയവ് ഇതെന്നെ ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കല്ലേ. ഈ കാര്യം വിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. വീണ്ടും ഇത് പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. സൈലന്റ് ആയിട്ടിരിക്കുവാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് പിരി വെട്ടിക്കണമല്ലോ അവന്റെ. എന്റെ അമ്മേ, ടയേർഡായി പോയി. നമ്മുടെ വീട് എന്തുമാത്രം ദൂരത്തിലാണല്ലേ. വീടിങ്ങനെ ഒരുപാട് ദൂരത്തിൽ വെക്കണ്ടായിരുന്നു. പോയി വരുമ്പോഴേക്കും കൈകാലൊക്കെ ആകെ തളർന്ന പോലെ. അയ്യോ ദൈവമേ, എന്തോരം ജോലിയാ എന്തോരം ജോലിയാ. വീട്ടിൽ തന്നെ ഇരുന്ന് ഗെയിം കളിക്കുന്ന ആൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മൾ ചെയ്യേണ്ട ജോലിയായി പോയില്ലേ. നീ എവിടേക്ക് പോയെന്ന്? എന്ത് ജോലി ചെയ്തു? എന്താ ചോദിച്ചേ? നീ എങ്ങോട്ടാ പോയേ? എന്ത് ജോലിയാ ചെയ്തേന്ന്?
എന്താ ബ്രോ ഇങ്ങനെ ചോദിക്കുന്നത്? വെറുതെ നിങ്ങൾ ബാച്ചിലറല്ല, ഇതൊന്നും മനസ്സിലാവില്ല. എന്റെ കല്യാണം കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞ ആണുങ്ങൾക്ക് 100 ജോലികൾ ഉണ്ടാവുന്നേ. അതൊക്കെ പറഞ്ഞാൽ നിനക്ക് അങ്ങനെ മനസ്സിലാവാനാ? ശരി, ചോദിക്കാൻ പാടില്ലത് എന്തായാലും ചോദിച്ചു. അവൻ ബ്രോ ആയതുകൊണ്ട് ഞാൻ പറയാം. ഇന്നത്തെ ദിവസം ശിവാനി എന്തുമാത്രം ജോലി ചെയ്തു എന്നറിയോ? എനിക്കത് കണ്ടപ്പോ തന്നെ ദേഷ്യം വന്നേ. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? നീ എന്താ ചെയ്തേ? ബ്രോ, ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത് അത് ഞാനും ചെയ്തു. എന്തു പറ്റി ബ്രോ പെട്ടെന്ന് സൈലന്റ് ആയി പോയേ? ഓ, നിനക്ക് മനസ്സിലായില്ലല്ലേ? മനസ്സിലാവാൻ നിന്റെ കല്യാണം കഴിയണ്ടേ? എന്തായാലും പറയാം. ശിവാനി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ അവൾ അറിയാതെ അവളുടെ അടുത്ത് പോയി അവളുടെ പുറകിൽ നിന്ന് ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി പതുങ്ങി ചെന്ന് മെല്ലെ അവളുടെ മേനിയിൽ ഇങ്ങനെ തഴുകി. എന്താണ് ബ്രോ? എന്തു പറ്റി? ഒന്നുമില്ല. എന്താണ് ബ്രോ ഇത്? കഥ പറയുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്, കേട്ടല്ലോ? എനിക്കിപ്പോ കേൾക്കാൻ മൂടില്ല. ബ്രോ, സെയിം ശിവാനിയും ഇതേ ഡയലോഗ് തന്നെ പറഞ്ഞത്. പക്ഷെ ഞാൻ വിടോ? ഞാനുണ്ടല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് നന്നായിട്ടറിയാം അവിടെ ഒന്നും നടന്നു കാണില്ലാന്ന്. ശിവാനി നിന്നെ അംഗീകരിച്ചിട്ട് പോലുമില്ല. ബ്രോ, അത് നിന്റെ വെറും തോന്നല. ഞാൻ ഇപ്പൊ തന്നെ ശിവാനിയുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. പണ്ടൊക്കെ എന്നെ കാണുമ്പോ തന്നെ ചാടിക്കടിക്കാമെന്ന് അവള് ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറേയില്ല. മൗനം മാത്രം. ഇനി മൗനം മാറി വാക്കുകൾ വരും. വാക്കുകളിലൂടെ പ്രണയവും തുടങ്ങും.